Dear students, today we can discuss the term consumer surplus. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് ദ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന ടോപ്പിക്കിൽ 3 ലോസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ആ 3 ലോസ് ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് ഡിമിനിഷ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് അല്ലേ. അതിൽ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിൽ പഠിക്കാനുള്ളത് എന്താണ്? കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കെന്താ കൺസ്യൂമർ സർപ്ലസ് നോക്കാം. ഈ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള ടേം കൊണ്ടുവന്ന അല്ലെങ്കിൽ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രഞ്ച് എഞ്ചിനീയർ ആയിട്ടുള്ള A.J. ഡുക്യൂട്ട് ആണ്. 1944 ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് പുതുതായിട്ട് കൊണ്ടുവന്നു നമ്മളെ എക്കണോമിക്സ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ കൊണ്ടുവന്നു. അത് അതിനെ കുറിച്ചിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിൽ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, മാർഷൽ അതിനൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ എക്സസ് ഓഫ് പ്രൈസ് which would be willing to pay rather than go without things over what we actually pay is economic measures of the surplus satisfaction. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക്സ്റ്റ് ആയിട്ടുള്ള സാമുൽസൺ ഡിഫൈൻഡ് ആസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദ ഗുഡ്സ് ആൻഡ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഈസ് കോൾഡ് കൺസ്യൂമർ സർപ്ലസ്. ക്ലിയർ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് പറയുന്നത് എത്രയാണോ നമ്മൾ വിചാരിക്കുന്നത് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അതിനേക്കാട്ടും എന്തായിട്ട് കിട്ടുക, കുറഞ്ഞിട്ട് ആ സാധനം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു 10 രൂപ ഒരു സാധനത്തിന് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ സാധനം കിട്ടുന്നുണ്ട് 5 രൂപക്ക് മാർക്കറ്റിൽ നിന്ന് ആയിട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ഡബിൾ കൂടുകയാണ്. കാരണം ഞാൻ വിചാരിച്ചത് പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് 10 പക്ഷേ അതിക്ക് പകുതി വിലക്ക് കിട്ടി. അപ്പോൾ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടും. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദർ ഈസ് എ സർട്ടൻ കമ്മോഡിറ്റീസ് വിച്ച് ആർ ഹൈലി യൂസ്ഫുൾ ബട്ട് ദേ ആർ റിലേറ്റീവ്ലി ചീപ്പ്, ദാറ്റ് ലൈക്ക് newspaper, salt, matchbox, postcard, etc. are the some classical examples for the consumer surplus. Okay, for these commodities we are often prepared to pay higher price than what we actually pay. Okay, thus we get extra or surplus satisfaction over and above the price we to pay. Okay, this is called the consumer surplus. For example, a postcard price is 50 paise. Okay, but we are prepared to pay ₹2. Okay, for rather than go without it, then we actually pay only 50 paise. Okay, and purchase it. And if we say that we get a surplus satisfaction for the extent of ₹1.50 അല്ലേ. നമുക്ക് ഞാൻ പറഞ്ഞു പോസ്റ്റ് കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് 50 പൈസേൻ്റെ ചിലവേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്രയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 രൂപക്കൊക്കെ വാങ്ങാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി എത്ര ചെയ്താൽ മതി? 50 പൈസ പേ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സർപ്ലസ് എത്ര കിട്ടി? 1.5 രൂപ നമുക്ക് ലാഭം കിട്ടി. അതാണ് നമ്മളെ കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, കൺസ്യൂമർ സർപ്ലസിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു വാട്ട് ആർ വി പ്രിപ്പയർഡ് ടു പേ ആൻഡ് വാട്ട് വി ആക്ച്വലി പേ അല്ലേ. വാട്ട് ആർ വി പ്രിപ്പയർഡ് ടു പേ മൈനസ് വാട്ട് വി ആക്ച്വലി പേ. എത്രയാണോ നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മൈനസ് എത്രയാണോ ആക്ച്വൽ എമൗണ്ട് നമ്മൾ പേ നടത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ടോട്ടൽ എമൗണ്ട് ഓഫ് സ്പെൻഡ്, അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺസ്യൂമർ സർപ്ലസ് കാണാം. മനസ്സിലായല്ലോ എന്താ കൺസ്യൂമർ സർപ്ലസ്? ഇനി ഞാൻ പറയണോ? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ അതിനേക്കാളും കുറവിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഐറ്റം കിട്ടുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ find out or we can detailed meaning. The concept of consumer surplus can be explained with the help of illustration. The following tables show how much the consumer gets surplus satisfaction and the market price is ₹2 per orange. ഓക്കെ, നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ കേസ് വാങ്ങുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രൂപയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കൺസ്യൂമർ സർപ്ലസ് കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? കൺസ്യൂമർ സർപ്ലസ് ഈക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ഓക്കെ,
20 മൈനസ് 10 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 കിട്ടും. നമുക്ക് കോളത്തിൽ എന്തൊക്കെയുണ്ട്, ഓറഞ്ചിന് നമ്പർ തന്നിട്ടുണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, അതുപോലെ കൺസ്യൂമർ സർപ്ലസ് എത്രയെന്ന് കണ്ടെത്തുന്നുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റിയിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കൺസ്യൂമർ സർപ്ലസ് കിട്ടും. അപ്പോൾ ടോട്ടൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടെത്തി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കൺസ്യൂമർ സർപ്ലസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് the consumer is willing to pay rupees 6 for the first orange since he get utility equal to rupees 6, but he actually pay rupees 2 only അല്ലേ, for it because the price prevailing in the market is rupees 2 അല്ലേ. അയാൾ 6 രൂപ വില്ലിങ്നെസ് നൽകുന്നുണ്ട് അടിക്കാൻ ഒരു ഓറഞ്ചിന്, പക്ഷേ അയാൾ എത്ര കൊടുത്താൽ മതി, 2 രൂപ മാർക്കറ്റ് പ്രൈസ് 2 രൂപയേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് കൺസ്യൂമർ സർപ്ലസ് എത്ര കിട്ടി, 4 രൂപ കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ therefore he get a extra satisfaction rupees 4 and from the first orange. Similarly, we can calculate the consumer surplus from the second and third and fourth and fifth oranges. Okay, the second orange bring a consumer surplus of rupees 3, but it's less than the first one does. This is so because the marginal utility diminishes, as by more and more the marginal utility goes on falling and hence consumer surplus are diminishes. ഓക്കെ, കൺസ്യൂമർ സർപ്ലസ് ഓരോ ആയിട്ട് നമ്പർ ഓഫ് ഓറഞ്ച് കൂടുന്നതിനനുസരിച്ച് കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കോൺസെപ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അഡീഷണൽ ഐറ്റം വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കൺസ്യൂമർ സർപ്ലസ് ഡിക്രീസ് ചെയ്യുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് യൂണിറ്റ് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ് വരും. അതുകൊണ്ടാണ് കൺസ്യൂമർ സർപ്ലസും കുറഞ്ഞ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ ഇലിസ്ട്രേഷൻ? നമുക്ക് എന്താ കൺസ്യൂമർ സർപ്ലസ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ദെൻ വി ക്യാൻ ഡിസ്കസ് ദ അസംഷൻസ് ഓഫ് this theory or consumer surplus. And first assumption is utility can be measured. Marshall concept of consumer surplus is based on the following assumption. First assumption is utility can be measured. എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദ പവർ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് യൂട്ടിലിറ്റി. അപ്പോൾ ആ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ തിയറി പറയുന്നത്. അതുപോലെ തന്നെ ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ടു കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കൺസ്യൂമേഴ്സിൻ്റെത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കമ്മോഡിറ്റിക്ക് എന്തില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇല്ല എന്നാണ് പറയുന്നത്. ദ കമ്മോഡിറ്റി ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ദ ഇൻകം ആൻഡ് ടേസ്റ്റ് ഓഫ് ഫാഷൻ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും ഇൻകൊക്കെ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കാൻ ഈ തിയറിയിൽ. ഓക്കെ, ദെൻ ദ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി അലോൺ. ഫോർ എക്സാമ്പിൾ, ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി കൊക്കക്കോള depends only on its quantity. The quantity of Pepsi does not affect it. ഓക്കെ, അവരെല്ലാം ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ തിയറി പറയുന്നത്. കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി അലോൺ. ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റീനെ മാത്രമാണ് അത് മെഷർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദിസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് വാലിഡ്. ഓക്കെ, ഈ തിയറി മെയിനായിട്ട് എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മളെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ മാത്രമാണ്, ആ ലോയിൽ മാത്രമാണ് ഈ തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നാണ്. ഓക്കെ, ദെൻ ഈ അസംഷൻസ് തന്നെയാണ് നമുക്കതിനെ ക്രിറ്റിസിസം ആയിട്ട് തന്നെ ഇതിനെ പറയാം. ഓക്കെ, ഫസ്റ്റ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അൺറിയലിസ്റ്റിക് അസംഷൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അൺറിയലിസ്റ്റിക് അസംഷൻ ആണ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കനോട്ട് ബി റിമെയിൻ എ കോൺസ്റ്റൻറ്റ് ഫോർ ദ മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ് അല്ലേ. ദെൻ സെക്കൻഡ് ലിമിറ്റേഷനായിട്ട് നമുക്കതിനെ പറയാം ഇറ്റ് ഈസ് എൻ ഇമാജിനറി ഫിഗർ അല്ലേ. ഇഫ് ദ an idea of consumer surplus is unrealistic and hypothetical. Okay, in other words of the doctrine of consumer surplus is useless theoretical toy അല്ലേ. ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന തിയററ്റിക്കലായിട്ട് മാത്രം നമ്മൾ തിയറി രൂപത്തിൽ മാത്രമേ അതിനെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇറ്റ് ക്യാനോട്ട് ബി മെഷേർഡ്. അടുത്തൊരു ഡിസഡ്വാൻറ്റേജാണ് അല്ലെങ്കിൽ അടുത്തൊരു ക്രിറ്റിസിസാണ് ഈ തിയറിൻ്റെ. ഇറ്റ് ക്യാനോട്ട് ബി മെഷേഴ്സ്. We cannot measure the consumer surplus with any measuring the rod of because of it's a purely imaginary.
ഇതൊരു ഇമാജിനറി തിയറി മാത്രമാണ്. നമുക്കത് ആക്ച്വലി ആക്ച്വൽ ലൈഫിലൊന്നും അത് മെഷർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു നെസസറീസ് ഓഫ് ദ ലൈഫ്. നമ്മൾ ലൈഫ് സിറ്റുവേഷനിലൊന്നും ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ സർപ്ലസ് ഈസ് ഇമ്മെഷറബിൾ ആൻഡ് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ തിയറിയുടെ ഈ അസംഷൻസ് തന്നെയാണ് മെയിനായിട്ട് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആക്കി പറഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, ദെൻ അടുത്തൊരു പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പയർ ദ കൺസ്യൂമർ സർപ്ലസ് ഓഫ് ടു പേഴ്സൺ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പോയിൻ്റ് ഔട്ട് ദാറ്റ് the utility of money is differs from the person to person because the income and wealth of all the person are not the same. As such as consumer surplus of one person cannot be compared with the total of that others. That means എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിഫിക്കൽട്ട് ടു കൺസ്യൂമർ സർപ്ലസ് ടു പേഴ്സൺ. രണ്ടാളുകളുടെ കൺസ്യൂമർ സർപ്ലസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരുടെ ഇൻകം ലെവലും വെൽത്ത് ലെവലും എന്താണ്, ഡിഫറൻ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞ ഐറ്റം എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് കമ്പാരിസന് പറ്റൂല എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതൊരു ആ തിയറിയുടെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ദ ലാസ്റ്റ് വൺ ഇറ്റ് നെഗ്ലക്ട് ദ ഇൻകം എഫക്റ്റ്. നമ്മൾ ആ നേരത്തെ ഈ തിയറീൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്, അസംഷനിൽ കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞിട്ട് ദ ഇൻകം ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കസ്റ്റമേഴ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഫാഷനൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മളിത് എന്ത് ചെയ്യും, പഴയ ഫാഷനിലുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കില്ല. അത് ഒഴിവാക്കിയിട്ട് എപ്പോഴാണ് ഇതാണോ പുതിയതായിട്ട് വരുന്നത് ആ പുതിയതുമൊക്കെയാണ് നമ്മൾ പോവുക അല്ലേ. അപ്പോൾ എന്താണ്, ആ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയണതിൽ പ്രസക്തിയില്ല. അപ്പോൾ അത് ആ തിയറിയുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് നെഗ്ലക്ട് ദി ഇൻകം എഫക്റ്റ്. ഇൻകമിൻ്റെ ബേസിലോ അതിൻ്റെ എന്തിൻ്റെ ബേസിലോ, ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ബേസിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് റിമെയിൻ കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മൾ അസംഷൻസ് പറയുന്നത്. ആ അസംഷൻസിന് എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റില്ല. ഇൻകം അല്ലാതെ ഒരുപോലെയാണോ, കോൺസ്റ്റൻ്റ് ആണോ, അല്ല. അപ്പോൾ ആ തിയറിൻ്റെ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ദെൻ we can discuss the practical importance or concept of consumer surplus. Though the concept of consumer surplus has been criticized, yet it has to put it to a variety of uses. Its uses are as follows. Okay, നമ്മൾ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം. ഇമ്പോർട്ടൻസ് ടു ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ടു ദി ഗവൺമെൻറ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ടു ഗവൺമെൻറ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി ഗവൺമെൻറ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ്ഫുൾ ആവുന്നത്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി ഗവൺമെൻറ് ഫോർ ഇമ്പോസിങ് ദി ടാക്സസ് ഓൺ വേരിയസ് കമ്മോഡിറ്റീസ്. ദെൻ സെക്കൻഡ് വൺ, ഇമ്പോർട്ടൻസ് ടു ദി മോണോപോളിസ്റ്റിക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോപോളിസ്റ്റിക് ഇത് അഡ്വാൻറ്റേജസ് ആയി മാറുന്നത് ഡിഫറൻറ്റ് പേഴ്സൻ്റെ അടുത്ത് നമുക്ക് ഡിഫറൻറ്റ് എന്താ ചെയ്യുക, പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഇമ്പോർട്ടൻസ് ടു മോണോപോളിസ്റ്റ്. ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇൻകത്തിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാം, ഡിഫറൻറ്റ് എമൗണ്ട് പ്രൈസ് ഒരു പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ടു ഫോർ കമ്പയറിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതിൽ പറയുന്നത് ഇറ്റ് ഹെൽപ്പ് ഫോർ അസ് കമ്പയറിങ് അസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബിറ്റ്വീൻ ടു ഏരിയാസ് വെയർ മണി ഇൻകം ഇൻ ദി സെയിം ബട്ട് അതർ ഫാക്ടേഴ്സ് ആർ ഡിഫറൻറ്റ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫോർ ദി ഇമ്പോർട്ടൻസ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡിന് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ മെഷറിങ് ദി വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ചെറിയ പോയിൻറ്റ്സാണ് എന്തായിട്ട് പറയുന്നത്, പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഈ തിയറിയുടെ കൺസ്യൂമർ സർവീസിൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓക്കെ, ഈ പോയിൻറ്റ്സൊക്കെ ഞാൻ നോട്ട്സിൽ വിടുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലിമിറ്റേഷൻസും പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസൊക്കെ ഞാൻ നോട്ടിൽ PDF ആയിട്ട് വിടുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, is it clear? So let me conclude today. Thank you.